ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു ഭാഗം ഏതാ? ഒബ്വിയസ്ലി നമ്മളെ ഫേസ് ആയിരിക്കും. കാരണം നമ്മൾ ഫേസ് രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്ന വരെയുള്ള ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു, പുറത്ത് പോവുകയാണെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്നു, മേക്കപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയോ ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു കുപ്പി പൗഡർ എങ്കിലും ഇടാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ ഫേസ് നമ്മൾ കെയർ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ ഫേസ് കുറച്ച് മെനക്കൊക്കെ നിൽക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഫേസ് ഞാൻ അതിടുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, പക്ഷെ ഒന്നും മുഖത്തിനൊരു ഇത് കിട്ടുന്നില്ല. പറയുക, ഒരു മെന കിട്ടുന്നില്ല, ഒരു ഭംഗി കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അതിന് രണ്ട് റീസൺസ്. ഒന്ന്, നിങ്ങളെ അണ്ടറായി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഉറങ്ങിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പം കണ്ണടയൊക്കെ സ്പെക്സൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ അണ്ടറായി ഡാർക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണം അതായിരിക്കും. അതായത് മുഖത്തിന് കുറച്ച് ഭയങ്കര ഐശ്വര്യക്കുറവ് എന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കും. ഒന്നതായിരിക്കും. രണ്ടാമത്തെ കാരണം നമ്മളെ ലിപ്പാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ട് മറച്ച് എന്നൊക്കെ പറഞ്ഞാലും നമ്മളെ ലിപ്പ് ഇപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ അത് പുറത്ത് മനസ്സിലാവും. നമ്മളെ ചുണ്ട് കാണുമല്ലോ, ഇപ്പോൾ ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ ഒരു വര 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 കാണുന്നത്, അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പം ഈ ലിപ്പ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ലിപ്പ് ഇപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നു, അതിലൊരു ഇൻക്ലൂഡ് ആക്കേണ്ട ഒരു ഭാഗമാണ് ലിപ്പ്. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന 3 സ്ഥലങ്ങളാണ്. ഒന്ന് കണ്ണ്, ലിപ്പ്, അതുപോലെ തന്നെ നമ്മളെ നെക്ക്. ഈ 3 കാര്യം നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതിനെ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഒരു ലിപ് ബാം ആണെങ്കിലും അണ്ടർ ഐ ജെല്ലാണെങ്കിലും പിന്നെ അല്ലാണ്ട് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ കഴുത്തിലായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ലിപ്പിനെ കുറിച്ചാണ്. അപ്പം ലിപ്പ് നമുക്കറിയാം, നമ്മളിപ്പം സൺ എക്സ്പോഷൻ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മളെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡാർക്കൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വിൻ്ററൊക്കെ പിന്നെ പറയണ്ട, ഡ്രൈ ആയിട്ട് തോലൊക്കെ പൊളിയുന്ന അങ്ങനത്തെ അവസ്ഥയാവുന്നുണ്ട്. ഇപ്പം ലിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്ത് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലാണ്ട് ഇപ്പം ലിപ് ബാംസ് ഉണ്ട്, SPF ഉള്ള ലിപ് ബാം അങ്ങനെയൊക്കെ കിട്ടും. അപ്പം അതൊക്കെ അതൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് യൂസ് ചെയ്യുക. ഇനി ഇതൊന്നുമല്ല, ഇപ്പോൾ ഒരു ലിപ് ബാം ലിപ് ബാം ഇടണം, പക്ഷേ ഒരു ഹോം മെയ്ഡ് ലിപ് ബാം ഇപ്പം ഭയങ്കര ട്രെൻഡിങ് അല്ലേ, ഒരു ഹോം മെയ്ഡായിട്ട് ഒരു സിമ്പിളായിട്ട് എങ്ങനെ ഒരു ലിപ് ബാം, അതായത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലൊരു ലിപ് ബാം ഒക്കെ നോക്കണം. അത് ഉണ്ടാക്കണം താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഹോം മെയ്ഡായിട്ട് ലിപ് ബാം ഉണ്ടാക്കി. എൻ്റെ അടുത്ത് വീഡിയോ എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഞാൻ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ രാത്രി ഉണ്ടാക്കിയതാണ്, തിരക്കിട്ടുണ്ടാക്കിയ സാധനം. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ ഉണ്ടാക്കിയത്, എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് അറിയില്ല. ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ബോട്ടിൽ, ഞാൻ ഇതിൽ വീട്ടിൽ നിന്ന് ലിപ് ബാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ഇത് തിരക്ക് പിടിച്ചുണ്ടാക്കിയ സാധനം. എനിക്ക് പിറ്റേന്ന് രാവിലെ വരണം. അപ്പം നൈറ്റ് ഞാൻ തിരക്ക് പിടിച്ചുണ്ടാക്കിയ സാധനം, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിലൊന്നുമില്ല, ഞാൻ നാച്ചുറലി കിട്ടുന്ന സാധനം, നോർമലായിട്ടുള്ള നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഫസ്റ്റിൽ ഞാൻ യൂസ് ചെയ്ത ഒന്ന് ബീട്രൂട്ട്. ഇപ്പം ബീട്രൂട്ട് അധികം ലിപ് ബാമിൽ നമ്മൾ കാണലുണ്ട്. ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന് കളറ് കുറവാണ്. ഞാൻ കുറച്ച് ബീട്രൂട്ട് എടുത്തുള്ളൂ. ഇപ്പം കളറ് വേണമെന്നാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബീട്രൂട്ട് എടുക്കാം. അപ്പം ബീട്രൂട്ടും പിന്നെ ഞാൻ യൂസ് ചെയ്തത് നെയ്യ്. നമുക്ക് നെയ്യ് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ചിലവർ വീട്ടിലൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, ആ നെയ്യും പിന്നെ മെഴുക് എന്ന് ഉദ്ദേശിക്കുന്ന മറ്റേ മെഴുകല്ല കേട്ടോ, കടയിൽ കിട്ടുന്ന മെഴുകുതിരി മെഴുകല്ല കേട്ടോ, മറ്റേതില്ലേ, ഇത് നമ്മളെ തേനീച്ചന് നമ്മൾ തേനെടുത്താൽ അതിൻ്റെ ഒരു സാധനം കിട്ടും, അതാണ് മെഴുക് ഉദ്ദേശിക്കുന്നത്. അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ അതൊന്നുമില്ല. നോർമലി നമ്മൾ ബീട്രൂട്ട് നല്ലോണം അരച്ചിട്ട് കുറുക്കിയിട്ട് അതിലേക്ക് നെയ്യും മെഴുകും ഇട്ട് നല്ലോണം കുറുക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാക്കി വെച്ചാൽ ഇതാകുമ്പോൾ ചീത്തയാവുന്ന പോലെ കുറച്ച് കുറേ കാലം നിൽക്കും. ചീത്തയാവുമൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ വീട്ടിലാണ് ഉള്ളത്, നിങ്ങൾക്ക് ഇപ്പം നൈറ്റൊക്കെ ജസ്റ്റ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇതിപ്പം പിഗ്മെൻറ്റേഷൻ പോക്കും അങ്ങനെയൊന്നും പറയുന്നില്ല.
ഇപ്പം നമ്മളിപ്പം വീട്ടിലുള്ളത്, അപ്പം വീട്ടിലുള്ള ടൈമിൽ ഇപ്പം ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ബീട്രൂട്ടും നെയ്യും മാത്രം യൂസ് ചെയ്താൽ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളതാണ്, ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാത്. ഇപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് നിൽക്കണം, ഇപ്പോൾ ഫ്രിഡ്ജൊന്നുമില്ല, ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നെയ്യും ബീട്രൂട്ടും അതിൽ കുറച്ച് മെഴുക് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ലോങ് ആയിരിക്കും. ഉപയോഗിച്ചത് മെഴുകാണ്. അപ്പം മെഴുകൊന്നും കിട്ടാനില്ല. അപ്പം മെഴുകിന് എന്തായാലും തേനീച്ച വേണം, തേനീച്ച കൂട് വേണം, അതൊന്നുമില്ല. അപ്പം ഇത് നോക്കി എവിടെ പോവാനാന്ന് വിചാരിക്കും. അപ്പം അതൊന്നും ഇല്ലെങ്കിൽ വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങളെ കയ്യിൽ വാസ്ലിൻ ഉണ്ടാവില്ല. ഇതിപ്പം വലിയ ബോട്ടിലാണ്, ഒന്നുമില്ല, ഒരു കുഞ്ഞു ബോട്ടിൽ 5 രൂപേൻ്റെ ബോട്ടിലൊക്കെ ഉണ്ട്, കുഞ്ഞ് വാസ്ലിൻ വാങ്ങിയാലും മതി. ഇപ്പം ഒരു വാസ്ലിൻ എടുത്തിട്ട് വാസ്ലിൻ ഉപയോഗിച്ചിട്ട് അതും ബീട്രൂട്ടും നെയ്യും കൂടി മിക്സ് ആക്കി വെക്ക്. അതും അത്യാവശ്യം നല്ലതാണ്. അത് കുറച്ചുകൂടി കുറച്ചുകൂടി നിൽക്കും, കേടായി പോകുന്നില്ല. പിന്നെ അപ്പം നെയ്യ് ഇടുകയാണെങ്കിൽ നെയ്യിൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ടാവും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് ലിപ് ബാം ഉണ്ടാക്കുന്നത്. ഇത് എത്ര പേര് കേട്ടിക്കുന്നറിയില്ല.